യാവിയാറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസഫ് അതിരുമ്പുഴയിൽ. എൻ്റെ യാത്രാനുഭവങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ കോഴിക്കോട് പാലക്കോട്ട് വയൽ. അവിടെ എൻ്റെ സുഹൃത്ത് നിഷാദ്, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന നിഷാദ്, അവൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോയാൽ മാത്രമേ ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് കൊടൈക്കനാലിൽ എത്തിച്ചേരത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഞായറാഴ്ച വൈകിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അവിടെ കിടന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് രാവിലെ 6:30 യാത്ര പുറപ്പെടണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ആ തീരുമാനമനുസരിച്ച് എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും താമസിച്ചു പോയി. എന്നാലും ഒരു 7:25 കൂടിയിട്ട് നിങ്ങൾക്ക് യാത്ര തുടങ്ങാനായിട്ട് സാധിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ യാത്ര കൊടൈക്കനാലിലോട്ടുള്ള യാത്ര. കൊടൈക്കനാലിൽ നിന്ന് ധനുഷ്കോടി പോകുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതനുസരിച്ച് ഞങ്ങളുടെ കൂടെ ഒരാളുടെ വരുന്നുണ്ട്. നമ്മുടെ പാരാക്കാരൻ അച്ചായൻ, സിരിച്ചായൻ. അദ്ദേഹം കൊടൈക്കനാലിൽ ഞങ്ങളോടൊപ്പം ചേരുന്നതാണ്. കൊടൈക്കനാലിന് മുൻപ് സ്ഥാനത്ത് ഞങ്ങൾ ഒന്നിച്ച് എത്തിച്ചേരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു. ഇനി അടുത്ത ലക്ഷ്യം ഒരു 8:30-9 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. ഈ യാത്രയിലോട്ട് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം.
പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നു. വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബുള്ളറ്റ് സ്വന്തമാക്കുക എന്നത്. പലരെയും വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ബുള്ളറ്റ് വാങ്ങാനുള്ള ആഗ്രഹം മാത്രമല്ല, അത് ഒന്ന് ഓടിച്ചു നോക്കാനുള്ള ധൈര്യവും ആ സമയങ്ങളിൽ ഒരു വെളിപ്പാടകലെ ആയിരുന്നു. പിന്നീട് വിദേശത്തേക്ക് പോയപ്പോഴും ആ ഭയം കലർന്ന ബഹുമാനം എല്ലാവിധ വലിയ ഇരുചക്ര വാഹനങ്ങളിലും ഉണ്ടായിരുന്നു. അതിനാലാണ് 4 വീൽ ലൈസൻസ് മാത്രം യൂറോപ്പിൽ എടുക്കാനായിട്ട് അന്ന് ശ്രമിച്ചത്. 2 വീലറിൻ്റെ ലൈസൻസ് ഈസി ആയിട്ട് അന്ന് അതിൻ്റെ കൂടെ എടുക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിലും അതിനോടുള്ള പേടിയും ഭയവും മൂലം നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 2 വീലർ ലൈസൻസിന് വേണ്ടിയിട്ട്, യൂറോപ്യൻ ലൈസൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് എടുക്കാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഥ പിന്നീടൊരിക്കലാവാം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോൾ ആഗ്രഹം സുഹൃത്തായ നിഷാദിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. സ്വന്തമായിട്ടില്ല എങ്കിലും വണ്ടി വാടകയ്ക്കെടുത്തോ ആരോടെങ്കിലും കടം വാങ്ങിയോ പോകാം എന്ന് നിഷാദ് സജസ്റ്റ് ചെയ്തു. 2022 ഏപ്രിൽ മെയ് മാസത്തിൽ ഞങ്ങൾ പ്ലാനുകൾ തുടങ്ങി. ആ സമയത്താണ് ഇവിടെയുള്ള ഒരു സുഹൃത്തച്ഛൻ പറഞ്ഞത്, നിൻ്റെ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ചിലപ്പോൾ 2 വീലർ ലൈസൻസിലേക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന്. ജർമ്മൻ ലൈസൻസ് എനിക്ക് 4 വീലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടെ മാറ്റിയെടുക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. അത് ഞാൻ മാറ്റിയെടുത്തു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം എന്ന രീതിയിൽ ചെന്നു ട്രാൻസ്പോർട്ട് ഓഫീസിൽ ചെന്നു ചോദിച്ചു. ആഗ്രഹം ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ബാധകമാക്കാനുള്ള എൻ്റെ ആഗ്രഹം 8 മടക്കി പോക്കറ്റിലോട്ടിട്ടുള്ളാൻ അവിടുന്ന് പറഞ്ഞു. സാധാരണ ലൈസൻസ് എടുക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് പരീക്ഷയും കൊടുത്താൽ ലൈസൻസ് തരാമെന്ന് പറഞ്ഞു. ഒരു എക്സെപ്ഷൻ പറഞ്ഞു, തിയറി പരീക്ഷ എഴുതണ്ട, പക്ഷേ പ്രാക്ടിക്കൽ വേണം. എന്നാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നും വിചാരിച്ച് അതിന് പരിചയത്തിലുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരനെ വിളിച്ചു. അപ്പോൾ ദാ വരുന്നു അടുത്ത കുരിശ്. പഠിക്കാനൊക്കെ സഹായിക്കാം, നീ ആദ്യം ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരെണ്ണം വാടകയ്ക്ക് എടുക്കണം, പിന്നെ റൈഡിങ് ഗിയേഴ്സ് എല്ലാം വാങ്ങണം, സുരക്ഷിതമായിട്ടുള്ള പാൻറ്, ജാക്കറ്റ്, ഗ്ലൗസ്, ഹെൽമെറ്റ്, ഷൂ ഇത് എല്ലാം വാങ്ങണം. അതോടൊപ്പം തന്നെ വണ്ടിയും വാങ്ങണം. അപ്പോൾ ആദ്യം ബൈക്ക് വാങ്ങണം, എന്നാൽ പിന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലല്ലോ എന്നും വിചാരിച്ചിരിക്കുമ്പോഴാണ് മോട്ടിവേറ്റ് ചെയ്ത് വിട്ട സുഹൃത്തച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ ബൈക്ക് ഉപയോഗിച്ചോളൂ. അച്ഛൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നു. പരിശീലകൻ സാറിനെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. ചെന്ന് നോക്കി. അച്ഛൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുവാനായിട്ട് ഞാനിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകെ ടെൻഷൻ അടിച്ചാണ് ഞാനിവിടെ നിന്ന് ചെല്ലുന്നത്. കാരണം ബുള്ളറ്റ് ഇതുവരെയും ഓടിച്ചിട്ടില്ല. ബുള്ളറ്റ് ഓടിക്കാനൊരു ഭയമുണ്ട്, പേടിയുണ്ട്. വലിയ വാഹനമാണ്, വെയിറ്റുള്ള വാഹനമാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്തകൾ. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് എന്തായാലും ചെന്നു വണ്ടി ഓടിക്കാനായിട്ട്. ചെന്ന് കണ്ടപ്പോൾ ഒരാശ്വാസമായി. അച്ഛൻ്റെ കയ്യിലുള്ള വാഹനം എന്ന് പറയുന്നത് 2 വർഷം മുൻപ് ഇറങ്ങിയ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 350 ആയിരുന്നു. കണ്ടപാടെ വണ്ടി ഇഷ്ടപ്പെട്ടു. പൊക്കം കുറവാണ്, ഇരിക്കാനായിട്ട് റൈഡിങ് പൊസിഷൻ നല്ലതാണ്. എന്തായാലും വണ്ടി ഓടിച്ചു. അതോടുകൂടി ആ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സമ്മറിൽ മാത്രമേ ഇവിടെ യൂറോപ്പിൽ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ ആ സമ്മറിൽ കുറേ നാളുകൾ, ഏകദേശം 2000 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിക്കുകയും ഒത്തിരി പരിശീലനം നടത്തുകയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ഒക്കെ ചെയ്തു ആ വണ്ടി കൊണ്ട്.
അതോടൊപ്പം തന്നെ മറു സൈഡിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നാട്ടിൽ വന്നിട്ട് യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം കലശലായി അതിൻ്റെ പ്ലാനിങ്ങും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. നിഷാദിനെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്ത് ജനുവരിയിൽ റൈഡിന് പോകാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനായി ഒരു വണ്ടി അവൻ സംഘടിപ്പിച്ചു തരാമെന്നും പറഞ്ഞു. മെറ്റിയോർ 350 ഇവിടെ ഓടിച്ച് അത് ഇഷ്ടപ്പെട്ടതിന് അതുപോലെ ഒരെണ്ണം പുതിയതായി വാങ്ങിയാലോ എന്നാലോചിച്ചു. അവസാനം 2023 നവംബറിൽ ഒരു റോയൽ എൻഫീൽഡ് സ്വന്തമാക്കി. മെറ്റിയോർ 350 നാട്ടിൽ സ്വന്തമാക്കി. അപ്പോൾ ജേർണിക്ക് പോകുന്നതിന് മുമ്പ്, റൈഡിന് പോകുന്നതിന് മുൻപ് അതിൻ്റെ ഫസ്റ്റ് സർവീസൊക്കെ കഴിയണം. ഇപ്പോൾ ജനുവരിയിലോട്ട് അതിൻ്റെ ഞങ്ങളുടെ യാത്ര ദിവസങ്ങളും തീരുമാനിച്ചു. അവസാനം ഫിക്സ് ചെയ്ത സ്ഥലം കൊടൈക്കനാൽ വഴി ധനുഷ്കോടിക്ക് പോവുക, അവിടുന്ന് തിരിച്ച് തുഷാരഗിരിക്ക് വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ തുടങ്ങിയപ്പോൾ ഒരു 6-7 പേരുണ്ടായിരുന്നു. അവരെല്ലാം പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പിൻവാങ്ങി. അവസാനം ഞങ്ങൾ 3 പേരിൽ വന്ന് നിന്നു. സിബിച്ചേട്ടൻ, നിഷാദ്, ഞാൻ. സിബിച്ചേട്ടൻ കോട്ടയത്ത് നിന്ന് കൊടൈക്കനാലിലോട്ട് വന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞു. ആഗ്രഹങ്ങൾ സഫലമാകുന്നതിൻ്റെ സന്തോഷത്തിൽ യാത്ര തുടങ്ങി. ഒരു 9 മണിയായപ്പോൾ പെരിന്തൽമണ്ണയിലുള്ള ആര്യാസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര തുടർന്നു. പാലക്കാട് വഴി പൊള്ളാച്ചി കൂടി ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ വീഡിയോ എടുക്കണം എന്ന ഉദ്ദേശത്തോടെ കയ്യിലുണ്ടായിരുന്ന ഗോപ്രോ ഒക്കെ ഓണാക്കി. പക്ഷേ അത് വീഡിയോ വന്നത് ടൈം ലാപ്സിലായിരുന്നു.
അതിനാൽ പൊള്ളാച്ചി കഴിഞ്ഞ് വഴിയരികിൽ ഉച്ചഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് കരിക്ക് കുടിക്കാൻ നിർത്തിയപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. കുറേയധികം വീഡിയോസ് ടൈം ലാപ്സിൽ എടുത്തു എന്നാണ് പിന്നീട് മനസ്സിലായത്. അതിർത്തി ഗ്രാമമായ ഗോപാലപുരത്ത് എത്തിയപ്പോൾ ഏതോ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു. പക്ഷേ എന്തു പറയാൻ, ടൈം ലാപ്സ് ആയിപ്പോയി. കരിക്ക് കഴിക്കാൻ നിർത്തിയപ്പോൾ അതിശയിപ്പിച്ചത് ഡിജിറ്റൽ ഇന്ത്യ ആണ്. ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കൃത്യം ചില്ലറ കൊടുക്കണം. എൻ്റെ ഭാരതം അഭിമാനം തോന്നിയ ഒരു നിമിഷം. പളനി ദിണ്ടിഗൽ റോഡിലൂടെ യാത്ര തുടർന്ന് ഞങ്ങൾ പളനി എത്താറായപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം വണ്ടിയെടുത്തപ്പോൾ അവിടെ ഒരു ഘോഷയാത്ര വീണ്ടും കാണുന്നുണ്ട്. അന്ന് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു.
പല ക്ഷേത്രങ്ങളിലും ഉത്സവ പ്രതീതിയായിരുന്നു, അല്ലെങ്കിൽ ഘോഷയാത്രകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതാണോ അതോ ആ അമ്പലത്തിലെ ഉത്സവമാണോ എന്ന കാര്യം അറിയത്തില്ല. പളനി ബൈപ്പാസിലോട്ട് കയറേണ്ടടുത്ത് കുറച്ച് മുന്നോട്ട് പോയി പിന്നീട് തിരിച്ചു വന്ന് പളനി മുരുകനെ വലം വെച്ച് ബൈപ്പാസിലൂടെ പളനി കൊടൈക്കനാൽ റോഡിലോട്ട് കയറി. ഏകദേശം 4:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ ചുരം കയറാനായിട്ട് തുടങ്ങിയത്. പെരുമാൾ മല റോഡ് അല്ലെങ്കിൽ പളനി ഘട്ട് റോഡ് എന്ന് പറയുന്ന ചുരം ഞങ്ങൾ കയറാൻ തുടങ്ങി. 21 ഹെയർപിൻ വളവുകളാണ് കൊടൈക്കനാൽ വരെ എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും പളനിയിൽ നിന്നുള്ള ആദ്യത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞാൽ പാലാർ ഡാം വ്യൂ പോയിൻ്റ് ആണ്. അവിടെ നിർത്തി അതിൻ്റെ പാലാർ ഡാമും ഒക്കെ കണ്ട് അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു.
നിർത്തിയും സന്ധ്യ മയങ്ങുന്നതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും യാത്ര തുടർന്ന ഞങ്ങൾ വഴിയിൽ അപ്രതീക്ഷിതമായി ഒരു വ്യക്തി ഞങ്ങളോട് ലിഫ്റ്റ് ചോദിക്കുന്നു. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്തായാലും നിഷാദ് ലിഫ്റ്റ് കൊടുത്തു. 1-2 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം അദ്ദേഹം ഇറങ്ങി ഫോട്ടോ എടുക്കണമെന്ന ആണ് ആവശ്യം. ഞങ്ങൾ സൈഡാക്കി ഫോട്ടോ എടുത്തു. இதான் ஃபர்ஸ்ட் டைம் புல்லட்ல வரேன். எனக்கு கிடைச்ச வாய்ப்பு இது. இந்த கார்ல தான் வந்தேன். ஆனா காரை பின்னாடி ஓட சொல்லிட்டேன். പെരുമാൾപുരം എത്ര ഉണ്ടാവും നോക്കി? 19 കിലോമീറ്റർ മൊത്തം. പെരുമാൾപുരം എത്ര ഉണ്ടാവും? നടത്തില്ല. ஒன்றும் பிரச்சனை இல்லை. நீங்கள் புக் பண்ணிங்களா? ரூம்லாம் போட்டிங்களா அங்கே? ஓகே, அதெல்லாம் ஓகே. நான் இப்போ போய் தான் ரூம் போடணும். ஒரு 3 ஹவர்ஸ் ஒன்று கேட்டுக்கு இந்த கார் வருது பாருங்க, அதை போக சொல்லலாம். அப்படியே போட்டு 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 நீங்கள் போக வர புல்லட்டில் வர ஜாலியாக புல்லட்டில் வரேங்க. போட்டுட்டோம். ஜாலி ஜாலியாக இருங்க. ஓகே, போயிட்டு வரேன். ஸோ ஆல் த பெஸ்ட். நீங்கள் மெதுவாக ஓட்டுங்க வண்டிலாம். ஓகே, ഒരു 9 കിലോമീറ്ററോ ഉണ്ടാവും പുള്ളിയുടെ അടുത്തേക്ക്. ഒരു 9 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും പെരുമാപുരത്തേക്ക്. ഇത് ഇവരെ നമ്മൾ കുറേ പ്രാവശ്യം ഓവർടേക്ക് ചെയ്താണല്ലോ ഈ വണ്ടീനെ. മുന്നോട്ട് പോയ ഞങ്ങൾക്ക് ഒരു വഴക്കിന് സാക്ഷികളാകേണ്ടിയും വന്നു. തട്ടിയോ? ഇല്ലല്ലോ. പെരുമാൾ മലൈ ലക്ഷ്യം വെച്ചുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. 3 അക്കത്തിൽ നിന്ന് കിലോമീറ്റർ 2 അക്കമാകുമ്പോഴും അത് ഒരക്കമാകുമ്പോഴും ഉള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് എപ്പോഴും സന്തോഷം പകരുന്ന അനുഭവമാണല്ലോ. പെരുമാൾ മല എത്തിയ ഞങ്ങൾ അവിടെ ഞങ്ങളെ കാത്തിരുന്ന സിബിച്ചേട്ടൻ്റെ കൂടെ ഒരു ചായയൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു. സന്ധ്യ മയങ്ങി ഏകദേശം 7 മണിയായപ്പോൾ പെരുമാൾ മലയിൽ നിന്ന് പുറപ്പെട്ടു. രാത്രി റൈഡ് വളരെ സാഹസികമാണ്, പ്രത്യേകിച്ചും ബൈക്കിൽ. കൊടൈക്കനാൽ ടോൾ പ്ലാസയും കഴിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. 7:30 താമസിക്കുന്ന ലോഡ്ജിൽ
ഇന്നത്തെ യാത്രയുടെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ മൊത്തം 317.7 കിലോമീറ്ററാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. 8 മണിക്കൂർ റൈഡ് ചെയ്തു. വണ്ടിയുടെ ആവറേജ് സ്പീഡ് 40 കിലോമീറ്റർ പെർ ഹവറായിരുന്നു. മാക്സിമം സ്പീഡ് വന്നത് 102 കിലോമീറ്റർ. ആൾട്ടിറ്റ്യൂഡ് 2050 മീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം. താങ്ക്സ് ഫോർ വാച്ചിങ്.